കൃഷ്ണകുമാറിന്റെയും മക്കളെയും ഒന്നും ആർക്കും കേരളത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത്രയുമധികം സുപരിചിതമാണ് ഈ കുടുംബത്തെ മലയാളികൾക്ക്. രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണയുടെ വിവാഹമായിരുന്നു കൃഷ്ണകുമാറിന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച് നടത്തിയ ഒന്ന്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം ഉണ്ടാവുന്നതെന്നും അതുകൊണ്ട് തന്നെ അത്യധികം ഗംഭീരമാക്കാനായിരുന്നു പദ്ധതി എന്നാണ് അന്നേ കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദിയയ്ക്ക് കുഞ്ഞു ജനിച്ച് ഇപ്പോഴിതാ 2 വർഷമൊക്കെ ആവാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് നടൻ കൃഷ്ണകുമാർ. ഈ അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് വീട്ടിൽ മറ്റൊരു വിശേഷം കൂടി ഇതാ നടക്കാൻ പോകുന്നു എന്ന് താരം വെളിപ്പെടുത്തിയത്. തന്റെ മൂത്ത മകളായ അഹാന കൃഷ്ണയുടെ വിവാഹ കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്നും താരം പറയുന്നു. അഹാന നേരത്തെ തന്നെ പ്രണയത്തിലായിരുന്നുവെന്ന് പലതരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അഹാനയും തള്ളി. എന്തിന് ദിയ കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ പോലും ഞാൻ ഇപ്പോഴൊന്നും വിവാഹം കഴിക്കുന്നില്ല എന്നാണ് അഹാന ആദ്യം പറഞ്ഞത്. എന്നാൽ ഏതാണ്ട് 1 പതിറ്റാണ്ടോളം പഴക്കമുള്ള സൗഹൃദമാണ് നിമിഷും അഹാനയും തമ്മിലുള്ളതെന്നും ഇരുവരും പ്രണയത്തിലാണെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിട്ടുണ്ടെന്നും നിമിഷിന്റെ അച്ഛനുമായി തനിക്ക് ഏകദേശം 33 വർഷത്തെ ബന്ധമുണ്ട് എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. പണ്ട് സിനിമയിൽ പണം നഷ്ടപ്പെട്ട ഒരു നിർമ്മാതാവ് കൂടിയായിരുന്നു രവി. അന്നും ഈ കഷ്ടപ്പാടുകൾക്ക് ദൈവം നൽകിയ പ്രതിഫലമാണ് ഇന്ന് നിമിഷിലൂടെ ലഭിക്കുന്ന വിജയമെന്നും കൃഷ്ണകുമാർ പറയുകയാണ്. ഇതുകൂടാതെ മൂന്നാമത്തെ മകൾ കൂടിയായ ഇഷാനി തന്റെ സുഹൃത്തായ അർജുനുമായി വിവാഹിതയാവാൻ പോകുന്നു എന്ന സൂചനയും അദ്ദേഹം നൽകിയിരിക്കുകയാണ്. ഒരുപാട് താരങ്ങൾ കാത്തിരിക്കുന്ന ഒന്നാണ് അഹാനയുടെ വിവാഹമെന്നും എന്തായാലും ഇരുവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആരാധകരാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്.